ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ നിലപാടുകളെ വിമർശിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചാൽ അത് മുസ്ലിം വിരോധമായി കണക്കാക്കാനും കഴിയില്ല. SDPIയെയും നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിനെയും വിമർശിക്കുന്നതും മുസ്ലിം മതവിഭാഗത്തോടുള്ള വിമർശനമേയല്ല. മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് പോലും മുസ്ലിം വിരോധമല്ല. ആ രാഷ്ട്രീയ പാർട്ടികളും ആ സംഘടനയും ഒക്കെ പേറുന്ന നയങ്ങളോടുള്ള വിമർശനമാണ്. അതിനുത്തരം പറയാൻ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഒരു ബാധ്യതയുമില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുസ്ലിം ലീഗിന്റെയും മാത്രം ബാധ്യതയാണ്. RSSനെ വിമർശിച്ചാൽ അത് ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും വിലയിരുത്താറുണ്ടോ? അതുപോലെ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കാൻ സമസ്തയിൽ അംഗത്വം വേണമെന്ന് നിർബന്ധമേയില്ല. സമസ്ത പറയുന്നത്ര വിമർശനം പോലും MV ഗോവിന്ദൻ നടത്തുന്നുമില്ല. ഇവിടെ അതിസങ്കീർണമായ ഒരു പ്രശ്നമുണ്ട്. ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഓരോരുത്തരുടെയും നിലപാടിനനുസരിച്ച് അത് വിമർശിക്കപ്പെടുകയും സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ രാജ്യത്ത് ഒരു സംഘടന മാത്രം മതി എന്ന് വരില്ലേ? ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പുലർത്തുന്ന രാഷ്ട്രീയത്തെ വിമർശിക്കാൻ മാത്രം ഒന്നുമില്ലെങ്കിൽ CPIM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പിരിച്ചുവിട്ട് എല്ലാവരും അതിൽ ചേർന്നാൽ മതിയല്ലോ. അങ്ങനെയുള്ള വിമർശനം മുസ്ലിമിനെതിരായ വിമർശനമാണെന്ന് വരുത്തി തീർക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മാത്രം ആവശ്യം.